ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 10, ഒന്നാമത്തെ വായന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഗിദെയോനെ അവിടെ ന്യായാധിപനായിട്ട്, അല്ലെങ്കിൽ ഗിബെയോനെ അവരുടെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്തത് നമ്മൾ കണ്ടു. ദൈവം അയച്ചിട്ട് ദൈവത്തിൻ്റെ ദൂതനാണ് ഗിദെയോനെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ മിദ്യാന്യർ ഇവർക്കെതിരെ യുദ്ധത്തിന് വരുന്ന സമയമാണ്. അവിടെ അവരുടെ പാളയമടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാൻ വേണ്ടിയിട്ട്. ദൈവം ഗിദെയോനോട് പറഞ്ഞു, നിന്നോട് കൂടെയുള്ള ജനം, അവർ ജനം പുറപ്പെട്ടു. അതിരാവിലെ തന്നെ ഗിദെയോൻ്റെ കൂടെയുള്ള പടയാളികളൊക്കെയും പുറപ്പെട്ടു. അപ്പം ദൈവം പറഞ്ഞു, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. ഇസ്രായേൽ തന്നെ പറയരുത്, ഞാൻ എൻ്റെ കൈ ഈ യുദ്ധത്തിൽ ജയിക്കാൻ കാരണമായി എന്ന് വമ്പ് പറയാതിരിക്കേണ്ടതിന് ഒരു കാര്യം ചെയ്യണം. നീ അതിൽ ഭയവും ഭീതിയുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോക്കോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ 20,000 പേർ അത് പറഞ്ഞപ്പോൾ മടങ്ങിപ്പോയി. പിന്നെ വെറും 10,000 പേർ. അപ്പം 30,000 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 10,000 പേർ ശേഷിച്ചു. പിന്നെയും ദൈവം ഗിദെയോനോട് പറഞ്ഞു, ജനം ഇപ്പോഴും അധികമാണ്, അവർ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ വെച്ച് പരിശോധിക്കുക. അവരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വെള്ളത്തിന് അകത്ത് കൈകൊണ്ട് വെള്ളം എടുത്ത് നക്കി കുടിച്ചു. വേറെ കുറേ പേര് ചെയ്തത് മുട്ടുകുത്തി വെള്ളത്തിൽ നിന്ന് കുടിച്ചു, അല്ലെങ്കിൽ നക്കി കുടിച്ചു. അപ്പോൾ ഈ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിച്ച 300 പേരാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ആ 300 പേരെ ശേഷിച്ചു. ആ 300 പേരെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ വെറും 300 പേരാണ് ഇപ്പോൾ പുറപ്പെടാനായിട്ടുള്ളത്. 30,000 പേര് വന്നതിനകത്തുനിന്ന് 300 പേർ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ എന്നിട്ട് ബാക്കി എല്ലാവരും തിരിഞ്ഞു നോക്കാളം പറഞ്ഞ് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ദൈവം ഗിദെയോനോട് പറഞ്ഞു, അന്ന് രാത്രി പറഞ്ഞത്, പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ല്, അത് നിന്നെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇറങ്ങിച്ചില്ല. ഒരു പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ നിൻ്റെ ബാല്യക്കാരനായ പൂരയും കൂട്ടി പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. അവിടെ അവർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കും. അപ്പോൾ അതിനുശേഷം നീ യുദ്ധത്തിന് പുറപ്പെട്ടാൽ മതി. അങ്ങനെ ബാല്യക്കാരനായ പൂരയും ഗിദെയോനും കൂടി പാളയത്തിൽ ഇറങ്ങിച്ചെന്നു. ആയുധപാണികളുടെ സമീപത്തോളം ചെന്നു. അപ്പം രാത്രിയായിരിക്കണം പോയത്, യുദ്ധത്തിനായി പോയതല്ലോ. സാധാരണ അവരുടെ കൂട്ടത്തിൽ ഒരാളിനെ പോലെ വേഷം മാറിയോ അങ്ങനെ ആയിരിക്കും പോയത്. അവർക്കാർക്കും അത് മനസ്സിലായില്ല, ഈ ഇസ്രായേലിലാണ് ഈ നിൽക്കുന്നതെന്നും. എന്നാൽ ഈ മിദ്യാന്യരുണ്ട്, അമാലേക്കരുണ്ട്, പിന്നെ കിഴക്ക് ദേശക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു എന്നാണ് വായിക്കുന്നത്. അവരുടെ ഒട്ടകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് സ്വപ്നം വിവരിക്കുകയാണ്. ആ മിദ്യാന്യ പാളയത്തിലെ പടയാളികളായ 2 പേർ, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ട് വന്ന് കൂടാരം വരെ എത്തി, അതിനെ തള്ളിമറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവൻ അത് കേട്ടിട്ട് പറയാണ്, ഇത് യോവാശിൻ്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനെയും ഈ പാളയത്തേക്കും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് 2 പേര് തമ്മിലുള്ള സംസാരമാണ്, കോൺവെർസേഷനാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗിദെയോന് അവിടെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൻ്റെ പൊരുളും അവിടെ കേട്ടപ്പോൾ ദൈവത്തെ നമസ്കരിച്ചു. തിരിച്ച് ഇസ്രായേൽ പാളയത്തിൽ മടങ്ങി വന്നു പറഞ്ഞു, എഴുന്നേൽക്കുക, മിദ്യാൻ്റെ പാളയത്തെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ 300 പേരെ കൊണ്ട് 300 പേരെ 3 കൂട്ടമായിട്ട്, 100 പേരുടെ 3 കൂട്ടമായിട്ട് ഉപയോഗിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും മൺകുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തിട്ട് അവരോട് പറഞ്ഞത്, 3 കൂട്ടമാണല്ലോ, ഒരു കൂട്ടത്തിൽ ഗിദെയോനുണ്ട്, ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പാളയത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കാഹളമൂതി. ഗിദെയോനും കൂടുതലും കാഹളമൂതി. അത് കേട്ട് അവരും കാഹളമൂതി. എന്നിട്ട് പറഞ്ഞു, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടിയെന്ന് ഉച്ചത്തിൽ പറയാനും പറഞ്ഞു. ഏകദേശം മധ്യയാമമായപ്പം കാവൽ മാറ്റുന്ന സമയമുണ്ട്. കാവൽ മാറ്റുന്ന സമയം ഒരു പ്രത്യേക സമയമാണ്. കാവൽ മാറി ഇപ്പം നിൽക്കുന്ന കാവൽക്കാർ മാറ്റി അടുത്ത കാവൽക്കാർ വരുന്ന ആ ഒരു സമയം. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ആകുന്നൊരു സമയമാണ്.
കാവൽക്കാരിങ്ങനെ സ്റ്റഡിയായി നിൽക്കുകയോ ശ്രദ്ധയോ ജാഗ്രതയോ ഒക്കെ ഇച്ചിരി അയയുന്ന സമയമാണ്. ആ സമയത്താണ് ഇവർ കടന്നു ചെല്ലുന്നത്. കടന്നു ചെന്നിട്ട് പാളയത്തിൻ്റെ അറ്റത്ത് ഊതി ശബ്ദം, ഈ വലിയ കാഹളം ഊതിയിട്ട്, എല്ലാവരുടെ കയ്യിലും കാഹളമുണ്ട്, കാഹളം ഊതി കുടങ്ങൾ പടപടപടയെന്ന് ഉടച്ചു. അപ്പോൾ ഈ 3 കൂട്ടവും 3 ഭാഗത്ത് നിന്നിട്ട് ഈ കാഹളങ്ങൾ ഊതുകയും കുടങ്ങൾ ഉടയ്ക്കുകയും ചെയ്തപ്പോൾ ഇടത് കൈയിൽ പന്തവും വലത് കൈയിൽ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് അവർ ആർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം ഓടാൻ തുടങ്ങി. അവർ നിലവിളിച്ചു, പെട്ടെന്നൊരു അറ്റാക്കല്ലേ, പെട്ടെന്ന് അറ്റാക്ക്. ഇത്രയും വലിയ കാഹളത്തിൻ്റെ ശബ്ദം, കുടമുടച്ച ശബ്ദം, പടക്കം പൊട്ടുന്ന പോലുള്ള ശബ്ദം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അവർ പേടിച്ചു. അവർ വിചാരിച്ചു വലിയൊരു സൈന്യം പുറകെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ പുറകെ ഓടി. പിന്നെ അതിനിടയ്ക്ക് ഇത് ശബ്ദം കേട്ട് എഫ്രൈമിലൊക്കെ ഒരുമിച്ച് കൂടി. എഫ്രൈമിലും വന്നുകൂടി അവരും ഓടിപ്പിടിച്ച് ഈ 2 മിദ്യാൻ്റെ പ്രഭുക്കന്മാരായ ഓരേബിനെയും സേബിനെയും പിടിച്ചു വെച്ച് കൊന്നിട്ട് ഗിദെയോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്നത് ഓരേബിനെയും സേബിനെയും, അങ്ങനെ 2 മിദ്യാൻ്റെ പ്രഭുക്കന്മാർ. അത് പിടിച്ചത് ഇവരാണ്, എഫ്രൈമിലാണ്. ഇവരുടെ കൂടെയുള്ള 300 പേരല്ല. പിടിച്ചിട്ട് എഫ്രൈമ്യർ, നീ മിദ്യാനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തത് എന്ത്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി വന്നത് എന്ത് എന്ന് പറഞ്ഞ് ഉഗ്രമായി വാദിച്ചു. അപ്പോൾ ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ പ്രശ്നത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്കവിടെ വാക്കുണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, മിസ്രയീം, അവിടെ ഒരു യോർദാൻ്റെ അക്കരയിലേക്ക് പോയവർ അവിടെ ഒരു യാഗപീഠം ചെയ്തപ്പോഴത്തേക്ക് ഇവിടുന്ന് എല്ലാവരും കൂടെ യുദ്ധത്തിന് തയ്യാറായി. എന്നാൽ ഗോത്രപിതാക്കന്മാർ മാത്രം പോയി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി അവരെ തണുപ്പിച്ചു, അവർ സന്തോഷമായി തിരികെ വന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഗിദെയോൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഒത്തു നോക്കിയാൽ ഞാൻ ചെയ്തത് ഒന്നുമല്ല. അബിയേസറിൻ്റെ മുന്തിരി അടുപ്പിനേക്കാൾ എഫ്രൈമിൻ്റെ കാലാപിറക്കയല്ലയോ നല്ലത്. നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാനി പ്രഭുക്കന്മാരായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തു നോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് ഒന്നുമില്ല. നിങ്ങളാണ് ഏറ്റവും കൂടുതലായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്തതിനേക്കാളും ഭേദമായ വലിയൊരു വേല, ദൈവത്തിൻ്റെ വേല നിങ്ങൾ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അവർക്കത് സമാധാനമായി, അവരുടെ കോപം ശമിച്ചു. പിന്നെ അവർ യോർദാൻ്റെ അടുത്തെത്തി. ഈ 300 പേരും ക്ഷീണിച്ചിരുന്നു. എന്നിട്ടും അവർ ഗിദെയോനെ പിന്തുടരാൻ പോകുന്ന പോക്കിൽ അവർ സുക്കോത്തിലെത്തി. സുക്കോത്തിൽ ചെന്നപ്പം അവിടുത്തെ ആളുകളോടും പ്രഭുക്കന്മാരോട് ചോദിച്ചു, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, ഞങ്ങൾ കുറച്ച് ആഹാരം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സേബഹിനെയും സൽമുനെയും പിന്തുടരുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തിന് അപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു. സേബഹിൻ്റെയും സൽമുനയുടെയും കൈകൾ നിൻ്റെ കക്ഷത്തിലാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചവർ മറുപടി പറഞ്ഞിട്ടൊന്നും കൊടുത്തില്ല. അവിടെ നിന്ന് പെനുവലിലേക്ക് എത്തി. പെനുവലിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോടും ചോദിച്ചു, ഞങ്ങൾക്ക് ആഹാരം തരണമെന്ന് പറഞ്ഞു. അവരും ഇതുപോലെ പറഞ്ഞു. ഈ സുക്കോത്തിലെ ആളുകൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇവരോടും 2 പേരോടും പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പം ഇതിനുള്ള മറുപടി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തരാം. ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാരെ കൊണ്ടും തല്ലിക്കയറും. പെനുവേൽ നിവാസികളോട് പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഗോപുരം ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു. അവിടെ സേബഹും സൽമുനെയും ഏകദേശം 15,000 പേരായ അവരുടെ സൈന്യവും കർക്കോറിലാണ് ഉണ്ടായിരുന്നത്. അവിടെ 1,20,000 പേർ അവരുടെ സൈന്യങ്ങൾ മരിച്ചു പോവുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഇവർ ഈ 2 മിദ്യാന്യ പ്രഭുക്കന്മാരെയും പിടിച്ചു, സേബഹിനെയും സൽമുനെയും പിടിച്ചു. ആ സൈന്യമൊക്കെയും ചേറിപ്പോയി. യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ചിട്ട് അവനോട് ചോദിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുകളുടെ പേര് അവൻ എഴുതി കൊടുത്തു. ആ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായി 77 ആളുകളുടെ പേര് അവൻ എഴുതി കൊടുത്തു. അവന് സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്നു. അപ്പം നിങ്ങൾ എന്ന് ചോദിച്ച ഇവിടെ സേബഹിൻ്റെയും സൽമുന്നയുടെയും കൈകൾ നിൻ്റെ കക്ഷത്തിലാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ച സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവർ ഈ 300 പേര് ആ സ്ഥലത്തെ സുക്കോത്തിലെ ആളുകളെയൊക്കെയും പിടിച്ച്, അല്ലെങ്കിൽ ഈ
മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധി പിടിപ്പിച്ചു. അവൻ പെനുവേൽ ചെന്ന് പെനുവേലിലെ ഗോപുരം ഇടിച്ചു കളഞ്ഞു. പെനുവേലുകാരെ കുറേ പേരെ കൊന്നു കളഞ്ഞു. അവൻ എന്നിട്ട് സേഹോവിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോരിൽ വെച്ചെന്ന പുരുഷന്മാർ എങ്ങനെയുള്ളൂ? അവർ താബോരിൽ വെച്ച് ഇവർ യുദ്ധത്തിൽ നേരത്തെ വന്ന യുദ്ധ സമയത്ത് അവർ കുറേ പേരെ കൊന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പം ചോദ്യം ചോദിക്കുന്നത് ഗിദെയോൻ. അപ്പം ഇവർ പറഞ്ഞു, അവർ രാജകുമാരന്മാർക്ക് തുല്യന്മാരായിരുന്നു, അവരെയാണ് കൊന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്, അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് തൻ്റെ മകനോട് പറഞ്ഞു, എടാ മോനെ, നീ ഏഥൻ എന്നാണ് മകൻ്റെ പേര്, കൊല്ലാൻ പറഞ്ഞു. അയ്യോ, അവൻ പേടിച്ചു നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയെയും ഗിദെയോൻ തന്നെ എഴുന്നേറ്റ് കൊന്നു. എന്നിട്ട് തിരിച്ച് എല്ലാം കഴിഞ്ഞ് വന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേലിൽ ഗിദെയോനൊരു ആവശ്യം പറഞ്ഞു. ആവശ്യം ഇതാണ്: നീ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, വാഴണം. അപ്പം നീ രാജാവായിരിക്കണം, നിൻ്റെ ശേഷം നിൻ്റെ മകൻ രാജാവായിരിക്കണം, അവൻ്റെ ശേഷം അവൻ്റെ മകൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഗിദെയോന് വളരെ എളുപ്പത്തിൽ ആകെയുള്ള ഇസ്രായേലിന് രാജാവായിരിക്കാൻ കഴിയുന്നൊരു അവസരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു രാജാവായിരിക്കുക എന്ന് ലഭിക്കുന്ന ഒരു അവസരത്തെ എങ്ങനെയായിരിക്കും ഒരാൾ കാണുക? ഇവിടെ ഗിദെയോൻ പറയുന്ന മറുപടി, എൻ്റെ മകനും ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും നിങ്ങൾക്ക് രാജാവാകയില്ല. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്: യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അവരെ പുറപ്പാട് 19:5 നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നിടത്തും അവിടെയും ഒരു രാജ്യമായിട്ട് അവരെ കാണുന്നു. ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട്, രാജ്യമായിട്ട് അവരെ കണ്ടുകൊണ്ടാണ് ദൈവം അവരെ കൊണ്ടുവരുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് മോശയുടെ കാലത്തായാലും യോശുവയുടെ കാലത്തായാലും ഇപ്പോഴായാലും ഇവർക്ക് രാജാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ രാജാവില്ലല്ലോ. അപ്പോൾ രാജാവില്ലാത്ത അവർക്ക് ദൈവമാണ് അവരുടെ രാജാവ് എന്നുള്ള വിവരം, എന്നുള്ള സത്യം അറിയാവുന്ന ഒരാളാണ് ആര്? ഗിദെയോൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗിദെയോൻ അറിയാം, ഈ ജനത്തിൻ്റെ രാജാവ് ദൈവമാണ്. അപ്പം ദൈവം രാജാവായിരിക്കുന്ന ഒരു ജനത്തിൻ്റെ രാജാവായിരിക്കാൻ എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല, അധികാരവുമില്ല, എനിക്കതിനുള്ള യോഗ്യതയുമില്ല. അത് തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്, യഹോവയത്രേ നിങ്ങളുടെ രാജാവ്, ഞാൻ നിങ്ങൾക്ക് രാജാവാകില്ല, എൻ്റെ മകനുമാകയില്ല, അവൻ്റെ മകനുമാകയില്ല, ആരുമാകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഇവരോട് അവർക്ക് കൊള്ളയിൽ കിട്ടിയ കടുക്കനും അതുപോലുള്ള സാധനങ്ങളും സ്വർണത്തിൻ്റെയൊക്കെ സാധനങ്ങൾ തരാൻ പറയുന്നു. ഗിദെയോൻ അതുകൊണ്ടൊരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഒഫ്രയിൽ പതിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് ആ ഏഫോദിൻ്റെ അടുക്കൽ ചെന്ന് അതിനെ നമസ്കരിക്കാനൊക്കെ ആയിട്ട് അവിടെ പോയി. അത് തെറ്റായൊരു കാര്യമായി മാറി. അത് ഗിദെയോനും കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു എന്നാണ്. അപ്പോൾ അതൊരു തെറ്റായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. ദൈവത്തിന് പകരം മറ്റൊരു സാധനത്തെ, ഒരു ഏഫോദ് ഉണ്ടാക്കിയിട്ട് അതിനെ നമസ്കരിക്കാനോ അതിന് യാഗം കൊടുക്കാനോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ നിരന്തരം പലരും അവിടെ ചെന്ന് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തെറ്റായൊരു കാര്യം നടന്നു. ഇത് ഗിദെയോൻ്റെ കുടുംബത്തിനും കെണിയായി തീർന്നു. പിന്നെ ഗിദെയോൻ അവിടെ സുഖമായി പാർത്തു. അവന് 70 മക്കളുണ്ടായിരുന്നു. വളരെ വാർദ്ധക്യത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. അപ്പോൾ വീണ്ടും അവർ അനിഷ്ടമായുള്ളത് ചെയ്തു, അന്യദേവങ്ങളുടെ അടുക്കൽ പോയി. ഇതാണ് ഇസ്രായേൽ മക്കൾ. ഇതുകൊണ്ടാണല്ലോ നേരത്തെ മിദ്യാന്യർ ഇവരേക്ക് വരാൻ ദൈവം ഇടയാക്കിയത്. ആ തിരിച്ചറിവ് അവർ കാണിക്കുന്നില്ല. അവർ വീണ്ടും പരസംഗം ചെയ്ത് ഇതൊക്കെയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിലും തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. എന്ത് അനീതിയാണ്, ദയയില്ലാത്ത എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്തതെന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ ഈ ജനത്തിൻ്റെ നിരന്തരമായ തെറ്റ് അവർ ഇപ്രാവശ്യവും ആവർത്തിക്കുകയാണ്. അവർ മുമ്പ് പഠിച്ച പാഠങ്ങളിലേക്ക് ആ പാഠങ്ങൾ അവർക്ക് മതിയാകുന്നില്ല.
അവർ ദൈവം അവർക്ക് യഹോവയായ ദൈവം അവർക്ക് ദൈവമായിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന നല്ല സമയത്തെ അവർ മറന്ന് ഈ അന്യദൈവങ്ങളുടെ പുറകെ പോവുകയും അന്യജാതിക്കാരായ ആളുകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ ആയിരിക്കും അവർ അതായത് ഇപ്പോൾ ഇസ്രായേലിനായ ഒരുത്തൻ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ അത് സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ദേവൻ്റെ അടുത്തേക്ക് പോകാൻ ഈ മക്കളെ പ്രേരിപ്പിക്കുമല്ലോ. മക്കളെ പ്രേരിപ്പിക്കും. അങ്ങനെ അവരെ ആ മക്കളെ അവരുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ അവരത് ശീലമാകുന്നു. അവരത് പ്രായപൂർത്തിയാകുമ്പോഴും അവർ അന്യദൈവങ്ങളുടെ പുറകെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ജനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെയും അവരതിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. അവരും പോകും. ഭാര്യയെ തൃപ്തിപ്പെടുത്താനും ഭാര്യയെ സന്തോഷിപ്പിക്കാനുമായിട്ട് അവരും ധൂപം കാട്ടുവാനും അല്ലെങ്കിൽ തൊഴാനും ഒക്കെ അവരും പോകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് കലരരുത്, അവരിൽ വിവാഹബന്ധം ചെയ്യരുത്, അവരുമായിട്ട് ഇണയില്ലാപ്പിണ കൂടരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അത് സംഭവിച്ചു. ഇവരും വീണ്ടും ദൈവത്തിനെതിരായ പ്രവർത്തനങ്ങളിലേക്ക് പോയി. അതുപോലെ തന്നെ യെരുബ്ബാബേലിനോടും നന്മ ചെയ്ത യെരുബ്ബാബേലിനെ പോലും മറന്ന് അവരെയും ദ്രോഹിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം. പ്രവചനത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇവിടെ ജാതികളെ അടുത്തു വന്ന് കേൾപ്പിൻ, വംശങ്ങളെ ശ്രദ്ധ തരുവീൻ, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. അപ്പം അതിലാരെയും വിടുന്നില്ല, ഒരു മനുഷ്യനെയും വിടുന്നില്ല, ഒരു ദേശക്കാരനെയും വിടുന്നില്ല, ഒരു ജാതികളെയും വിടുന്നില്ല. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സൈന്യത്തോട് ക്രോധവുമുണ്ട്. അവൻ അവരെ ശബ്ദാർപ്പിതമായി കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളയും, അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെയും പറയുകയാണ്. എന്നിട്ട് അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോൻ്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. അത് യെരുശലേമിനെ സംബന്ധിച്ചും പറയുന്നതാണ്. അവിടെ അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല, അതിൻ്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. തലമുറ തലമുറയായി യെരുശലേമും യഹൂദായും ഇസ്രായേലും ഒക്കെ ശൂന്യമായി കിടന്നു. 32,000 വർഷത്തോളം ശൂന്യമായി കിടന്നു. അവിടെ ഈ പറഞ്ഞ പോലെ മുള്ളും പറക്കാരെയും ചതുപ്പും മറ്റ് ആവശ്യമില്ലാത്ത മൃഗങ്ങളും ഒക്കെയായി കിടന്ന കാലം ഉണ്ടായിരുന്നു അവിടെ. അത് അങ്ങനെ സംഭവിച്ചു. ശൂന്യമായി കിടന്നൊരു കാലം ശൂന്യമായി കിടന്നിരുന്നു. ഇപ്പോഴാണത് ശൂന്യമല്ലാതായി മാറിയത്. ഇവിടെ ആ സ്ഥലത്തെ സംബന്ധിച്ച് അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടപ്പക്ഷികൾക്ക് താവളവുമാവും, മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും എന്നൊക്കെയാണ് ആ സ്ഥലത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നത്. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കുവിൻ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. യഹോവയുടെ പുസ്തകത്തിൽ, ബൈബിളിൽ യഹോവയുടെ പുസ്തകം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. പുതിയ നിയമകാലത്ത് പറയുന്നത് എന്താണ്? അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. യേശുക്രിസ്തു പറയുന്നതാണ്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ പ്രക്രിയയാണല്ലോ വായന. അങ്ങനെ വായിച്ചു നോക്കുമ്പം അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവത്രേ ഏവയെ. ദൈവത്തിൻ്റെ യഹോവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അവയെ കൂട്ടി വരുത്തിയത്. ദൈവം അവയ്ക്കായി ചീട്ടിട്ടു. ഈ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾക്കായി ചീട്ടിട്ടു. വചനം ആണ് ഈ പറയുന്ന അവയ്ക്ക് വചനം, അവയ്ക്കായി ചീട്ടിട്ടു. ദൈവത്തിൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അത് സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയെ അതിൽ പാർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഈ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുക എന്നവർ പറയുന്നൊരു കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഈ അവരുടെ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാകാതിരിക്കുകയും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് ന്യായപ്രമാണ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്.
അവിടെ എല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിലും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, ന്യായപ്രമാണ പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ അല്ലേ, അതാണ് ന്യായപ്രമാണ പുസ്തകങ്ങളുടെ പ്രധാന പുസ്തകങ്ങൾ. ന്യായപ്രമാണ പുസ്തകം ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുവിൻ, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുപോലെ സങ്കീർത്തനങ്ങളിൽ വായിച്ചു നോക്കുവിൻ, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രവാചക പുസ്തകങ്ങളിൽ മലാഖി വരെയുള്ള പ്രവാചക പുസ്തകം. അപ്പോൾ പഴയ നിയമം പൂർണ്ണമായി. ന്യായപ്രമാണവും സങ്കീർത്തനവും അതുപോലെ മലാഖിയും കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ നിയമം, അന്ന് എഴുതപ്പെട്ട പുസ്തകം അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് പുതിയ നിയമം എഴുതുന്നത്. ആ പഴയ നിയമ പുസ്തകം എന്ന് പറയുന്ന ആ പുസ്തകം, ന്യായപ്രമാണ പുസ്തകം, ഈ 3 ഭാഗങ്ങളിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കുവിൻ എന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ. അപ്പം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിളിലെ വിവിധ ഭാഗങ്ങൾ അന്വേഷിച്ച് വായിച്ച് മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ മനോവികാര വിചാരങ്ങൾക്കനുസരിച്ച് അതിനെ പെരുപ്പിച്ച് വലുതാക്കി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും പുസ്തകത്തിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നതിനെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മനസ്സിന് കൂടുതൽ അതിനകത്ത് ഇൻ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ ചിന്തയോ അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആയിരിക്കാമെന്നുള്ള പിന്നെ ഇമാജിനേഷനോ ഒന്നും അതിനകത്ത് ആവശ്യമില്ല. അത് എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമുക്കും ബൈബിൾ പഠിക്കാനുള്ള വഴി എന്നുള്ളത് കൂടെ ഈ 34-ാം അധ്യായത്തിൽ നമുക്കൊരു വലിയൊരു സന്ദേശമാണ്, ഒരു വലിയൊരു അറിവാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു വലിയ വഴി നമുക്ക് കാണിച്ചു തരുന്നൊരു അധ്യായം കൂടെയാണ് 34-ാം അധ്യായം. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലതെന്നല്ല, അതങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നല്ലത്, അല്ലാതെ വേറെ നല്ലതില്ല. അതാണ് ദൈവത്തിൻ്റെ പുസ്തകത്തെ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി. 3-ാമത്തെ വായനാഭാഗം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം. ഇത് 5-ാമത്തെ അധ്യായവുമാണ്, അവസാനത്തെ അധ്യായവുമാണ്. ആദ്യം പറയുന്നത് ധനവാന്മാരെക്കുറിച്ചാണ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചുവല്ലോ. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഈ ചൂഷണവും കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയും ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരെ പിടിച്ചു പറിക്കുകയും അവരെ നിന്ന് കൊള്ള ചെയ്യുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിക്കാരെ വേണ്ട രീതിയിൽ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെയൊക്കെ ഇരിക്കുന്ന എംപ്ലോയേഴ്സ്, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ജെമിനിമാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ എംപ്ലോയേഴ്സൊന്നും അങ്ങനെയല്ല. വലിയ കോർപ്പറേറ്റൊക്കെ വളരെ ശമ്പളം കൊടുക്കുകയും അവർക്ക് വേണ്ട ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നവരാണ്. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ട് മാത്രമേ അവരെ ആ ഒരു വർക്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അത് മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെയാണ്. ആ മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെ അറിയാവുന്നവരാണ് അവർ. പക്ഷേ പണ്ടങ്ങനല്ല. പണ്ട് ഇതെങ്ങനെയെങ്കിലും അവരുടെ നിന്ന് പിടിച്ചു പറിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണ് അവർ സമ്പത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ആൾക്കൊരു 100 ജോലിക്കാരുണ്ടെങ്കിൽ 100 ജോലിക്കാർക്ക് നന്നായി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ സമ്പത്ത് കുഞ്ഞുകൂടത്തില്ല. അവർക്ക് ബെറ്റർ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കൂടുതൽ അമിതമായി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. കൊടുക്കേണ്ട ജോലിക്കാർക്ക് നന്നായി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ഒന്നും ചെയ്യാതെ അവരിൽ നിന്ന് ഒക്കെയും പിടിച്ചു പറിച്ചിട്ട് ചൂഷണം ചെയ്തിട്ടാണ് ഇവരിത് നേടുന്നതെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സമ്പത്തുള്ളവരെ ആണ്, അല്ലെങ്കിൽ ധനാഢ്യന്മാരെയാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിൽ ആഡംബരത്തോടെ നിങ്ങൾ സുഖിച്ച് പുളച്ച് കൊലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ഇവിടെ യേശുക്രിസ്തു എന്ന നീതിമാനെ കൊന്നതിനെ സംബന്ധിച്ചും കൂടെയാണ് അവിടെ അത് പറയുന്നത്. അതാണല്ലോ ഇസ്രായേലിൻ്റെ ധനാഢ്യന്മാരും പ്രമാണിമാരും പ്രഭുക്കന്മാരും അവരുടെ അധികാരികളും ഒക്കെയാണല്ലോ യേശുക്രിസ്തുവിനെ കൊല്ലുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ ഖണ്ഡികയിൽ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നടക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. അപ്പോൾ ഒരു വിത്ത് വിതച്ച് അതിനായിട്ട് കർഷകൻ കാത്തിരിക്കുന്നത് പോലെ, അതിന് വെള്ളമൊഴിച്ചും വളമിട്ടും വീണ്ടും മുൻമഴയും പിന്മഴയും ഒക്കെ കാത്തിരുന്നതിന് അതിൻ്റെ ഫലത്തിനായി കാത്തിരുന്ന ഫലം കായ്ച്ച് ലഭിക്കുന്നത് പോലെ നിങ്ങളും
അത് ആ ദീർഘക്ഷമ പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിന്നാണ്. വിധിക്കപ്പെടാതിരിക്കുന്ന ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ മേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവം ദീർഘക്ഷമിക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുക. അപ്പോൾ കഷ്ടം അനുഭവിച്ച പ്രവാചകന്മാരെ, കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരൊക്കെയും നിങ്ങൾ ഓർത്തുകൊള്ളുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരതയ്ക്ക് അത് ഗുണം ചെയ്യും. സഹിഷ്ണുത കാണിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടല്ലോ. അപ്പം ദൈവം പക്ഷേ മഹാകരുണയും മനസ്സലിവും കരുണയും ഒക്കെ ഉള്ളവനാണ് ദൈവം. ആ ദൈവം യോബിന് അവസാന കാലത്ത് വരുത്തിയ നന്മയിൽ നമ്മൾ എത്രയോ മടങ്ങ് നന്മയാണ് യോബിന് കൊടുക്കുന്നത്. എന്നിട്ട് കാര്യം പറഞ്ഞു, സ്വർഗത്തെയും ഭൂമിയും ചൊല്ലി സത്യം ചെയ്യരുത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം. അതിനെ പറയാൻ വേണ്ടി പിന്നെ അതിൻ്റെ മേൽ സത്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ശീലമായി മാറണം. എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയില്ല, ഞാൻ സത്യമേ പറയൂ, എനിക്ക് കള്ളം പറയുന്ന ശീലമില്ല എന്ന് ആളുകളോട് പിന്നെ പൊങ്ങച്ചം പറയാനല്ല, അതൊരു ശീലമായി മാറണമെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവരെക്കുറിച്ച്, രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക, സുഖം അനുഭവിക്കുന്നതിന് പാട്ടുപാടുക. ഒരുത്തൻ ദീനമായി കിടക്കുന്നെങ്കിൽ സമയം മൂപ്പന്മാരെ വരുത്തി അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് പ്രായോഗികമായി നടക്കുന്നൊരു കാര്യമല്ല. ഞാൻ ചെയ്തൊരു തെറ്റ് ഞാൻ വേറൊരാളോട് പറയുക എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ പള്ളികളിലൊക്കെ ഈ കുമ്പസാരത്തിൻ്റെ പണി നടക്കുന്നത്. കുമ്പസാരത്തിൻ്റെ പണിയുടെയൊക്കെയും നന്മയും കോട്ടവും ഒക്കെ നമുക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുമ്പസാരം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇവിടെ സഹോദരന്മാർ തമ്മിൽ, ഞാൻ എൻ്റെ ഒരു സഹോദരനോട് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നോട് അവൻ്റെ തെറ്റ്, അവന് പറ്റിപ്പോയ ഒരു പാപം ഏറ്റുപറയുമോ എന്നുള്ളതാണ്. അപ്പോൾ വചനം പറഞ്ഞത് അങ്ങനെ ഏറ്റുപറഞ്ഞ് ഈ ഏറ്റുപറഞ്ഞവന് വേണ്ടി കേട്ടവൻ പ്രാർത്ഥിച്ചാൽ അത് അന്യോന്യം, ഇവൻ്റെ പാപം അവനോടും പറയാം, അവൻ്റെ പാപം ഇവനോടും പറയാം, അവൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും, ഇവൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. താഴെ ഒരു വാക്യം, പ്രധാനമായ വാക്യം, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാൻ. അപ്പോൾ ഇതൊരു നീതിമാൻ ആണെങ്കിൽ ഇത് എൻ്റെ ഒരു പാപം അല്ലെങ്കിൽ എൻ്റെ ഒരു തെറ്റ് എൻ്റെ സഹോദരൻ കേട്ടാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവനോട് ഏറ്റുപറയുകയും അവനിവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നീതീകരണത്തിൻ്റെ ഒരു ശുശ്രൂഷയായി ദൈവം ഇവിടെ കാണുകയാണ്, അല്ലെങ്കിൽ ദൈവം ഇവിടെ പറഞ്ഞു തരികയാണ്. അത് ചെയ്താൽ ആ സൗഖ്യം ലഭിക്കും. പക്ഷേ ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യവുമാണ്. ഏലിയാവ് നമ്മളെപ്പോലെ തന്നെ സമാസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ദൈവ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 3.5 വർഷം ആ ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ ആ 3.5 മാസം അത് മഴയില്ലാതിരുന്നത് കൊണ്ട് വലിയ ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായി. ശേഷം 3.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഈ വാക്യത്തോടു കൂടിയാണ് ഈ അധ്യായവും അതുപോലെ തന്നെ യാക്കോബിൻ്റെ പുസ്തകവും ലേഖനവും അവസാനിക്കുന്നത്. വളരെ പ്രായോഗികമായ, ദൈനംദിനം നമ്മൾ ഫോളോ ചെയ്യേണ്ട, പാലിക്കേണ്ട കാര്യങ്ങളുടെ ഉപദേശങ്ങളുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ പുസ്തകം തന്നെയാണ് യാക്കോബ്. ഇത് വീണ്ടും വീണ്ടും വായിച്ച് ഇതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ദൈവസന്നിധിയിൽ വലിയ കാര്യങ്ങൾ, നമുക്ക് ചെറുതായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, എന്നാൽ ദൈവസന്നിധിയിൽ വളരെ വാല്യൂള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ പുസ്തകം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 3 വായനാഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.